നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള അയാളുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യനാണ്. നിങ്ങളെ അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അയാൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കൂടെയുള്ള സമയങ്ങളിൽ അയാൾ ഫുൾ റിസോഴ്സിലാണ്, അല്ലെങ്കിൽ അയാൾ വളരെ റിസോഴ്സ്ഫുൾ ആണെന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളില്ലാതെ വരുന്ന സമയത്ത് എന്തോ ഒരു മിസ്സിങ് അയാൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് ഫസ്റ്റ് കാർഡ്. ദെൻ സെക്കൻഡ് കാർഡ് 3 ഓഫ് കപ്സ് ആണ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു വേറൊരു റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കാം, മേ ബി ഫാമിലി ഉള്ള ആളായിരിക്കാം. അപ്പോൾ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു കൂടെ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞ എനർജി നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ബാരിയറാണ് എന്ന് ഇയാൾ വിചാരിക്കുന്നു എന്നാണ് ഈ 3 ഓഫ് കപ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമത് നിങ്ങളെ തമ്മിൽ അകറ്റുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോഴുണ്ട് എന്നാണ് കാണുന്നത്. ദെൻ 9 ഓഫ് കപ്സ്. അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. ഒരു എന്താണ്, വൈകാരികമായിട്ട് ഒറ്റപ്പെട്ടതാണുള്ളത്, അയാൾ ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണുള്ളത്. പക്ഷേ ഹാപ്പിയാണ്. നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ ഇപ്പുറത്തെ വശത്ത് അയാൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അയാൾക്കുണ്ട്. പക്ഷേ അയാൾക്ക് നിലവിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നാണ്. അയാളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇത് ലവേഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോട് വളരെ സ്നേഹവും അടുപ്പവും വല്ലാത്തൊരു വൈകാരികമായ ബന്ധവും ഒക്കെ തോന്നുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷനാണിതെന്ന്, ഓൾറെഡി ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള വല്ലാത്തൊരു അടുപ്പം നിങ്ങളോടിപ്പോൾ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് വെയിറ്റ് ചെയ്യുന്നതാണ്. മേ ബി നിങ്ങളെ കാണാനായിരിക്കും, നിങ്ങളുമായി സംസാരിക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു റീയൂണിയന് വേണ്ടിയിട്ടായിരിക്കാം അയാൾ കാത്തിരിക്കുന്നു എന്നാണ്. അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്ന എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. ദെൻ ഡെവിളാണ്. ഡെവിള് ഇത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ അയാളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അകത്ത് നിങ്ങളൊരു ഡെവിളായിരിക്കും, നിങ്ങളൊരു തേർഡ് പാർട്ടി ആയിരിക്കും. അതായത് അയാളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പൊക്കെ പോലാണ് കാണുന്നത്. അപ്പോൾ അയാൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആ ആളെ സംബന്ധിച്ച്, അവരുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങളാണ് അവിടുത്തെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു വളരെ സ്ട്രോങ് തേർഡ് പാർട്ടിയാണ്. അതായത് ആ റിലേഷൻഷിപ്പിൽ അയാൾക്ക് വളരെ സ്മൂത്തായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അവിടെ ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ടാവും നിങ്ങളുടെ ഒരു എനർജി കാരണം. അപ്പോൾ നിങ്ങളോട് അയാൾക്ക് വല്ലാത്തൊരു ചായവുള്ളതുപോലെയാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് ടവറാണ്. അയാൾക്ക് പെട്ടെന്ന് വല്ലാതെ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ളൊരു പ്രശ്നം, മാനസിക സമ്മർദ്ദം അയാൾക്കുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ.